ഹലോ, ടുഡേസ് ടോപ്പിക് ഈസ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ട എന്തിനാണെന്നറിയോ? ആരെയാണ്? അച്ഛനോ, അമ്മയോ, സിസ്റ്ററോ, ചേട്ടൻ, അനിയൻ, ഭാര്യ, മക്കൾ, അല്ലേ? ഇത്രയൊക്കെയില്ലേ ആൾക്കാരില്ലേ സ്നേഹിക്കാണ്ട്? എന്നാൽ ഇവരൊന്നുമല്ല. നമ്മളതിനോട് സ്നേഹിക്കണ്ടേ നമ്മുടെ ഈ ബോഡിയാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ ബോഡിയെ നമ്മൾ സ്നേഹിക്കുന്നോ അത്രത്തോളം നമുക്ക് എവിടെല്ലാം എത്താമോ അവിടെല്ലാം എത്താം. ഒരു ഉദാഹരണം പറയട്ടെ, നമ്മുടെ ഈ ബോഡി ശ്രദ്ധിക്കാതെ നമ്മളങ്ങ് പണിയെടുക്കും. പക്ഷെ എന്ത് ചെയ്യും? ലാസ്റ്റ് ബെഡിൽ കിടക്കും. ഈ പൈസ കൊണ്ട് പുട്ടടിക്കുന്ന ആരാ? ഈ ആർക്ക് വേണ്ടി പണിയെടുത്തോ അവർ പുട്ടടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. നമുക്കൊന്നും കിട്ടത്തില്ല. അവർ നല്ലപോലെ സ്പെൻഡ് ചെയ്ത് പോകും. പക്ഷേ ഈ കിടന്നു പോയി നമ്മളെന്ത് ചെയ്യും? നമ്മളവിടെ കിടന്നു പോകും. അപ്പം നമ്മൾ ആലോചിക്കും, നമ്മുടെ ബോഡി നല്ലതായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ യാത്രയിലും അല്ലെങ്കിൽ ആഹാരം കഴിക്കാനും നമുക്ക് ഇതുപോലെ അടിച്ചു പൊളിക്കാനൊക്കെ പറ്റുന്നു തോന്നില്ലേ? പക്ഷേ നമ്മൾ അന്നേരം വിചാരിക്കത്തില്ല. നമ്മൾ കിടന്ന് മാട് പണിയുന്നു, എല്ലാം കണ്ട് പണിയല്ലേ, പല വൃത്തിയായിട്ട് പണിയുന്നു. പക്ഷേ എന്ത് ജോലി ചെയ്താലും, എന്ത് ബിസിനസ്, എന്ത് കാര്യം ചെയ്താലും നമ്മുടെ ബോഡി ഒന്ന് നോക്കണം. നമ്മുടെ ബോഡിക്ക് വേണ്ട എക്സസൈസ്, നമുക്ക് ബോഡിക്ക് വേണ്ട ഫുഡ്, നമുക്ക് ബോഡിക്ക് വേണ്ട വാട്ടർ, ഇതെല്ലാം ഒന്ന് കൊടുത്ത് നിങ്ങൾ ബോഡി ഒന്ന് സ്നേഹിച്ച് നോക്കി. നിങ്ങളുടെ ബോഡി അത്രത്തോളം സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ബോഡി എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് മുന്നേറി വരാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പണ്ടേ ഈ പൂർവികരൊക്കെ പറയുന്നുണ്ട്, ഈ ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ചുവര് നല്ല സെറ്റാക്കി നമ്മൾ നിർത്തണം. എപ്പോഴാണ് ചിത്രം നല്ല വൃത്തിയായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? Got it?